ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ വ്യാപ്തി കെട്ടടങ്ങുന്നതിനു മുന്നേ തന്നെ പാകിസ്ഥാൻ ഇറാൻ യുദ്ധം 24 മണിക്കൂറിനകം 3 രാജ്യങ്ങളിൽ ആക്രമണം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാഖിലും സിറിയയിലും പാകിസ്ഥാനിലുമായിരുന്നു ഇറാന്റെ ആക്രമണം. ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇറാൻ പ്രദേശങ്ങളെയും ആക്രമിച്ചു. സംഭവത്തിന് പിന്നാലെ മേഖലയിൽ അസാധാരണമായ സംഘർഷ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇറാൻ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള പുറപ്പാടിലാണ്. സിറിയയിലും ഇറാഖിലും പാകിസ്ഥാനിലും നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വലിയ കുഴപ്പത്തിലേക്കാണ് നയിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അടിയും തിരിച്ചടിയും കൈവിട്ടു പോകുമോ? പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ അതേ ഭാഷയിൽ മറുപടി പറയുമോ? എല്ലാം വിശദമായി പറയാം. ഞാൻ ലക്ഷ്മി. ഇറാന്റെ പ്രദേശങ്ങളിലുള്ള ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് പാക് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഇറാൻ ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു തിരിച്ചടി. ഇസ്രയേൽ ഗാസ സംഘർഷം തുടരുന്നതിനിടെ പലസ്തീനുകളെ അനുകൂലിച്ച് ഇറാൻ സിറിയയിലും ഇറാഖിലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാനിലും കടന്നാക്രമിച്ചത്. തങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണെന്ന് ഇറാൻ പറയുന്നു. ജെയ്ഷ് അൽ അദലിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകിയിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നത നയതന്ത്ര പ്രതിനിധിയെ ഇറാൻ സർക്കാർ വിളിച്ചു വരുത്തി. അതിനിടെ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മരണസംഖ്യ 9 ഉയരുകയും ചെയ്തു. ഡ്രോണുകളും റോക്കറ്റുകളും മറ്റായുധങ്ങളും പ്രയോഗിച്ചായിരുന്നു പാക് സേനയുടെ ആക്രമണം. 3 സ്ത്രീകളും 2 പുരുഷന്മാരും 4 കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. അടിയന്തര സാഹചര്യത്തിൽ ദാവോസ് സന്ദർശനം വെട്ടിച്ചുരുക്കി പാക് പ്രധാനമന്ത്രി അൻവറുൽ ഹഖ് ഖഖർ പാകിസ്ഥാനിൽ തിരിച്ചുമെത്തി. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനാണ് പാക് പ്രധാനമന്ത്രി ദാവോസിലേക്ക് പോയത്. പ്രത്യാക്രമണം ഭീകരരുടെ ഒളിയിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെ സഹോദര രാഷ്ട്രമെന്നാണ് വിദേശ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ ആക്രമണം പാകിസ്ഥാന്റെ സുരക്ഷയും ദേശീയ താൽപര്യവും കണക്കിലെടുത്താണെന്നും രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ പരമാധികാരത്തെ പൂർണ്ണമായി മാനിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. അതേസമയം വിഷയത്തിൽ നിലപാടറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി. പാകിസ്ഥാനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ആ 2 രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്ന് ഇന്ത്യ നിലപാട് സ്വീകരിച്ചു. പ്രതിരോധത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭീകരവാദത്തോട് യാതൊരുവിധ സന്ധിയുമില്ലെന്ന നിലപാട് അധികൃതരും ആവർത്തിച്ചു. ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തോട് യാതൊരു സന്ധിയുമില്ല എന്നതാണ് നിലപാട്. ജെയ്ഷ് അൽ അദൽ എന്ന ഇറാനിയൻ ഭീകര ഗ്രൂപ്പിന്റെ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളുമാക്കി. ഇറാനിലെ തങ്ങളുടെ അംബാസഡറെ പാകിസ്ഥാൻ തിരികെ വിളിച്ചു. നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസഡർ തിരികെ വരുന്നതും വിലക്കി. അതിർത്തിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾക്ക് അഭയം നൽകുന്നെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം പഴിചാരുന്നത് പതിവാണ്. 900 കിലോമീറ്റർ വരുന്ന ഇറാൻ പാകിസ്ഥാൻ അതിർത്തി വളരെ കാലമായി സംഘർഷഭരിതവുമാണ്. എന്നാൽ രാജ്യത്തിനകത്തു നടത്തിയ ആക്രമണം മൂലം ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി. വ്യോമാതിർത്തി ലംഘിച്ച ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകി.